കൊല്ലം 40 നിന്ന് കൊഴുത്ത പെൻഷൻകാരെ വിറ്റുതുലയ്ക്കാൻ അപ്പം വാങ്ങിയ നിങ്ങൾക്ക് കുടിശ്ശിക വേണ്ട കരാറും വേണ്ട പ്രശ്നം വേണ്ട കരാറും വേണ്ട പെൻഷൻ ഫണ്ടും വേണ്ടേ വേണ്ട പെൻഷൻകാരെ വേണ്ടേ വേണ്ട കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി പഞ്ചകരെന്ന് വിളിക്കുമ്പോൾ പെൻഷൻകാരും ജീവനക്കാരും ഒന്നിച്ചൊന്നായി വിളിക്കുന്നു പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് പെൻഷൻകാരുടെ പേര് പറഞ്ഞ് പിരിവും നുണയും കൊണ്ട് നടന്ന് കൊല്ലം 40 തിന്നുകൊഴുത്ത പിഎക്കാരെ കേട്ടോളൂ ചതിയന്മാരുടെ കൂടാരത്തിൽ പെൻഷൻകാരെ വിറ്റുതുലയ്ക്കാൻ അപ്പം വാങ്ങിയ നിങ്ങൾക്ക് ഡിആർ വേണ്ട കുടിശ്ശിക വേണ്ട പ്രശ്നം വേണ്ട കരാറും വേണ്ട പെൻഷൻ ഫണ്ടും വേണ്ടേ വേണ്ട പെൻഷൻകാരെ വേണ്ടേ വേണ്ട പെൻഷൻകാരുടെ പേര് പറഞ്ഞ് പിരിവും നുണയും കൊണ്ട് നടന്ന് കൊല്ലം 40 തിന്നുകൊഴുത്ത പിഎക്കാരെ കേട്ടോളൂ ചതിയന്മാരുടെ കൂടാരത്തിൽ പെൻഷൻകാരെ വിറ്റുതുലയ്ക്കാൻ അപ്പം വാങ്ങിയ നിങ്ങൾക്ക് ഡിആർ വേണ്ട കുടിശ്ശിക വേണ്ട പെൻഷൻകാരെ വേണ്ടേ വേണ്ട പ്രശ്നം വേണ്ട കരാറും വേണ്ട പെൻഷൻകാരെ വേണ്ടേ വേണ്ട
ACB Pensioners കൂട്ടായ്മ സിന്ദാബാദ്. ACB Pensioners കൂട്ടായ്മ സിന്ദാബാദ്. കൂട്ടായ്മ നേടിയെടുത്ത DADR കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക. കോടതി ഉത്തരവ് അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക. കോടതി ഉത്തരവ് അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക. മാനേജ്മെന്റ് NCCO ഗൂഢാലോചന അവസാനിപ്പിക്കുക. ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക. വർഗവഞ്ചകരെ ബഹിഷ്കരിക്കുക. കൊല്ലം 1.5 തടഞ്ഞു വെച്ച DADR കുടിശ്ശിക 2.5 കൊല്ലത്തെ കുടിശ്ശിക 2.5 കൊല്ലത്തെ കുടിശ്ശിക സമരം ചെയ്തും കേസ് കൊടുത്തും ഓഗസ്റ്റിൽ തന്നെ കൊടുക്കാനായി കൂട്ടായ്മ നേടിയ കോടതി വിധി തൊഴിലാളികളെ ഒറ്റുകൊടുത്തും പെൻഷൻകാരെ വഞ്ചിച്ചും കാലം കഴിച്ചു കൂട്ടുന്ന അടിമക്കൂട്ടത്തിന് അട്ടിമറിക്കാൻ വിടുപടി ചെയ്യും മാനേജ്മെന്റിന്റെ അപ്പണി ഇവിടെ നടക്കില്ല. ചായങ്ങൾ വരപ്പിക്കും. 6/2/25 ചായയും കുടിച്ചു പിരിഞ്ഞിട്ട് ഉറപ്പും കേട്ട് പോന്നിട്ട് മാസം മാറി കഴിഞ്ഞില്ലേ ഓണം വന്ന് പിറന്നില്ലേ കിട്ടിയ ഉറപ്പിൽ ഒരെണ്ണം പോലും നേടിയെടുക്കാൻ കഴിയാതെ കൊടിയും വടിയും കാട്ടിലെറിഞ്ഞ് കണ്ണിൽ പൊടിയിട്ടോടിയവരെ സമരം ചെയ്തും കേസ് കൊടുത്തും കൂട്ടായ്മ നേടിയ നേട്ടങ്ങൾക്ക് ആളാകാനായി നോക്കണ്ട. ആളെ പൊട്ടനാക്കേണ്ട. നാണം കെട്ടൊരു എൻഗോയി നാറിപ്പോയൊരു എൻഗോയി മുണ്ടും തലയിൽ ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ നോക്കണ്ട. ആളെ നന്നായി ആൾക്കറിയാം. ഒരു ഗഡുഡിയോ പോലും നേടാൻ കഴിവില്ലാത്തൊരു കരിങ്കാലികളെ
ഉത്തരവായ കുടിശ്ശിക നൽകാൻ കൂട്ടായ്മ നേടിയ കോടതി വിധി അട്ടിമറിക്കാൻ നോക്കേണ്ട കണ്ണിൽ മണ്ണ് വാരിയിടാൻ കോപ്പും കൂട്ടും കശ്മലരെ അടിമക്കൂട്ട പരിശകളെ നിങ്ങൾക്കിനിയും മാപ്പില്ല കൂട്ടായ്മ എന്നൊരു പ്രസ്ഥാനം പെൻഷൻകാരുടെ പ്രസ്ഥാനം ആർക്കും വിടിപടി ചെയ്യില്ല ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ആരും തന്നെ കരുതേണ്ട തട്ടിയെടുത്ത ആർക്കും വിടുപണി ചെയ്യാതെ അന്തസ്സോടെ പടപൊരുതി പിടിച്ചെടുക്കും പ്രസ്ഥാനം അവകാശങ്ങൾ നേടിയെടുക്കാൻ പെൻഷൻ സുരക്ഷ ഉറപ്പാക്കാൻ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ നിയമസമര പോരാട്ടങ്ങൾ തുടരും ഞങ്ങൾ വിജയം വരെ പെൻഷൻകാരുടെ സംഘടന അടിമകളില്ല സംഘടന അവകാശങ്ങൾ അട്ടിമറിച്ചാൽ ആരും തന്നെ ആയാലും ആഞ്ഞടിക്കും സംഘടന അതാണ് ഈ കൂട്ടായ്മ പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് സാറേ പ്രിയമുള്ളവരെ, യോഗ നടപടികൾ ആരംഭിക്കാൻ അടുപ്പിച്ചു പിടിക്കണം കേട്ടോ. എല്ലാ കൂട്ടായ്മകളും പ്രോഗ്രാമിലേക്ക് എടുക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതമാണ്. നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശിവദാസന് സാധുവാണ്. ആദരണീയരെ, പ്രിയമുള്ളവരെ, പെൻഷൻ കൂട്ടായ്മ സംബന്ധിച്ച് സെപ്റ്റംബർ 1 വഞ്ചനാ ദിനമാണ്. ഈ വഞ്ചനാ ദിനത്തിന് മുന്നോടിയായി ഭാഗമായി ഇന്ന്
ഈ അങ്കണത്തിൽ പെൻഷൻ കൂട്ടായ്മയുടെ പ്രതിഷേധ സംഗമം നടക്കുകയാണ്. ഈ പ്രതിഷേധ സംഗമത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് DADR-മായി ബന്ധപ്പെട്ട വിഷയമാണ്. DADR-മായി ബന്ധപ്പെട്ട് 12/6/2025 പെൻഷേഴ്സ് കൂട്ടായ്മ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. ആ കേസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനിയും വാദം കേൾക്കാനിരിക്കെ ഇടക്കാല വിധി എന്ന നിലയിൽ നമ്മൾ ഒരാവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യം പറയുന്നത് 27 അതായത് 2024 ബോർഡ് ഒരു തീരുമാനമനുസരിച്ചിട്ട് 1/2/1/22 മുതലുള്ള നമ്മുടെ 3% DAയുടെ അരിയർ പിടിച്ചുക 31 മാസത്തേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മുൻ തീരുമാനം നമ്മൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയത്തിൽ അതിന്റെ വസ്തുത മനസ്സിലാക്കുകയും കോടതി ഈ ഓഗസ്റ്റ് മാസം തന്നെ ആ കുടിശ്ശിക മൊത്തമായോ ഗഡുക്കളായോ വിതരണം ചെയ്യുമെന്നുള്ള ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ വിധി നടപ്പാക്കുന്നതിന് ഉണ്ടായിട്ടുള്ള ഗൂഢാലോചന അത് ഫുൾ ഡയറക്ടർ ബോർഡിൽ ആ തീരുമാനം വന്നപ്പോൾ ആ തീരുമാനത്തെ മറികടക്കുന്നതിന് ആ തീരുമാനം ഒക്ടോബറിൽ ശുപാർശ ചെയ്യുന്ന തരത്തിലേക്ക് ഉണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അത്തരം ഗൂഢാലോചനകളുടെ ഭാഗമായി കോടതി വിധി ഉണ്ടായിട്ട് പോലും അർഹമായ ആനുകൂല്യം തരാൻ വിസമ്മതിക്കുന്ന DADR തരാൻ വിസമ്മതിക്കുന്ന ഇത്തരം ബോർഡിന്റെയും അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികളുടെയും വഞ്ചനാപരമായ സമീപനത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയുള്ള ആ തൊഴിലാളി വഞ്ചനയ്ക്കെതിരെ അല്ലെങ്കിൽ പെൻഷൻകാരെ വഞ്ചിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് KR രാജു സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. കൂടാതെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ N അനിൽകുമാറാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ സംസ്ഥാന വെൽഫെയർ സമിതിയുടെ സമിതി കൺവീനർ ശ്രീ KP പ്രദീപ് സാറിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നന്ദി പറയുന്നത് ജില്ലാ ട്രഷറർ അബ്ദുൾ റഹീമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുള്ളൂ. ഈ പരിപാടി വിജയമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ എല്ലാ സാഹചര്യങ്ങളെ കാരണം പെൻഷൻകാരെ വെയിലത്തും മഴയത്തും ഇരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രായമായ ആൾക്കാരെ വെയിലത്തും മഴയത്തും ഇരുത്താതെ അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കണ്ണികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, വെൽഫെയർ സമിതി കൺവീനർ പ്രദീപ് സാറ്, ജില്ലാ സെക്രട്ടറി ശിവദാസ്, ബാക്കി എല്ലാ AR ഭാരവാഹിയുടെ ജില്ലാ കമ്മിറ്റി ബാക്കി എല്ലാ കൂട്ടായ്മകളും വളരെ വിശദമായിട്ട് തന്നെയായിരുന്നു സംസാരിക്കാൻ സമയമില്ല. സമയമാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു. എല്ലാവർക്കും അറിയാം കോടതി വിധി വാങ്ങി ഓഗസ്റ്റ് മുതൽ DA തരണമെന്നുള്ള കോടതി വിധി ഉണ്ടായിട്ട് കൂടി അത് അട്ടിമറിക്കുന്ന രീതിയിൽ ബോർഡിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു ഓർഡറുകളൊക്കെയാണ് DA തരാൻ അല്ലെങ്കിൽ കുടിശ്ശിക കൊടുക്കാൻ ഫുൾ ബോർഡിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു പരിപാടി. സാധാരണ ഇല്ലാത്തൊരു സംഭവമാണ്. അതും ഒക്ടോബർ മുതൽ തരാനുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള കോടതി വിധിയുടെ ലംഘനമാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കൂട്ടായ്മ അപ്പോൾ തന്നെ അത് പ്രതികരിക്കുകയും കോടതിയിലേക്ക് പോവുകയും ചെയ്ത് കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ കോടതി അവധിയായിരുന്നൊരു പ്രശ്നം കാണുന്നത്. അതിനുശേഷം എന്താണെങ്കിലും അത് പരിഗണിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ശുഭവാർത്ത കേട്ടു. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിന് റീ തിങ്ക് ചെയ്യാമെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാഹചര്യം മനസ്സിലായി. ഇത് നമ്മളിതിന്റെ പെട്ടെന്നൊരു
പ്രതിഷേധ ദിനം എന്നുള്ള രീതിയിൽ 1-ാം തീയതി തന്നെ തിരുവനന്തപുരത്ത് കൂടെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തു. എറണാകുളം ജില്ലയിൽ 15 പേരുമായിട്ടൊന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളത് 29 പേരിലേക്ക് ആക്കി. വളരെ നല്ലൊരു കൂട്ടായ്മയുടെ ഫലമാണത്. എല്ലാ അംഗങ്ങൾക്കായിട്ട് നന്ദി അറിയിക്കുകയാണ്. അത് നമ്മുടെ ശുഭസൂചകമായിട്ടുള്ള സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു ശുഭസൂചനയാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും നമ്മളത് പൊരുത്തി നേടും എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ്. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. അതിന്റെ പേര് പങ്കെടുത്തിന് സ്വമേധയാ നമ്മുടെ 15 പേരെന്നുള്ള രീതിയിൽ ആക്കിയത് വളരെ സന്തോഷം. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയക്കുറവുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എത്തിയുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ സമിതിയുടെ ജനറൽ കൺവീനർ എത്തിയുണ്ട്. അവര് കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇനി അടുത്ത എന്റെ ഈ ചെറിയ വാക്കുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളുടെ ഒക്കെ അനുവാദത്തോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തായി നമ്മുടെ ഈ പ്രതിഷേധ യോഗങ്ങളുടെ ഉദ്ഘാടനവും വിശദീകരണവുമാണ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽ കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വരുന്നതിന് വളരെ നേരത്തെ ഇവിടെ എത്തിയതാണ്. അദ്ദേഹത്തിന് കർമ്മമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വൈകിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ പ്രസിഡന്റ് ശ്രീ AR രാജു സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ശിവദാസൻ സാർ, വെൽഫെയർ സമിതിയുടെ കൺവീനർ ശ്രീ പ്രദീപ് സാർ, ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ അബ്ദുൽ റഹീം സാർ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ വെയിലത്തിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് 25, 30, 35 വർഷം നമ്മുടെ യൗവനം മൊത്തം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒഴുങ്ങി വെച്ചവരാണ്. മറ്റൊരു ജോലിക്കും പോകാതെ നമ്മുടെ എല്ലാ അധ്വാനവും ഇതിനു വേണ്ടിയിട്ട് മാത്രം ചെലവഴിച്ച് ജീവിത സാമാന്യത്തിൽ കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിൽ നമ്മുടെ കൊച്ചുമക്കളെയും ഒക്കെ താലോലിച്ച് കഴിയേണ്ട നമ്മൾ പ്രതിഷേധവുമായി ഇറങ്ങിത്തിരിക്കേണ്ട ഗതികേടിനാണ്. ആ ഗതികേട് ആരാണ് വരുത്തിവെച്ചത്? ആ ഗതികേട് വരുത്തിവെക്കാൻ ആർക്കാണ് അധികാരം? ഇവിടെ ഒരു നാഷണൽ സംഘടനയുണ്ട്. ദേശീയമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നാലും അതിന് നയപരമായ കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിന് ഊർജ വിഭാഗത്തിന് എതിരായി അല്ലെങ്കിൽ സമൂഹത്തിന് എതിരായി വരുന്ന ആ പ്രശ്നങ്ങൾ ഇടപെടേണ്ട ഒരു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി NCCOEE അവർ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മുടെ 4500 അംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സംഘടനയാണ്. ആ ചെറിയ സംഘടനയുടെ മുന്നിൽ മുട്ടിലെഴുകയാണ് ഈ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി. എന്തിന് ഇവർ ഈ നാണക്കേട് ഏറ്റെടുത്ത് എന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, 1/11/2023 നമ്മുടെ ഒരു മീറ്റിംഗ് നമ്മുടെ ബോർഡ് ചെയർമാനും ആയിട്ട് ഊർജ വകുപ്പ് സെക്രട്ടറിയുമായിട്ട് ഒരു ചർച്ച കോടതി ഉത്തരവിന്റെ പേരിൽ നടന്നിരുന്നു. അന്ന് ആ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സംഘടന, നമ്മുടെ AICBയിലെ ഏറ്റവും വലിയ സംഘടനയാണ് PA പെൻഷനേഴ്സ് അസോസിയേഷൻ. 40,000-ഓളം മെമ്പേഴ്സ് ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അവര് അതിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. ആ സംഘടനയിൽ അവരും കൂടി കയറണം, അവരെയും കൂടി കയറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ കോടതി വിധി പ്രകാരം പെൻഷനേഴ്സ് കൂട്ടായ്മ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവര് അതിൽ നിന്ന് മാറ്റി നിർത്തി. അന്നേ അവര് പേടിച്ചു. പിന്നെ അവര് അങ്ങുള്ള ചർച്ചയ്ക്കൊന്നും നേരിട്ട് പോയില്ല. അവര് പോയി NCCOയിൽ ശരണം പ്രാപിച്ചു. NCCOയിൽ ശരണം പ്രാപിക്കാൻ കാര്യം അവർക്ക് വോയിസ് ഇല്ല. അവർക്ക് ഈ മാസ്റ്റർ ടെസ്റ്റുമായിട്ടോ പെൻഷൻ കാര്യങ്ങളെ കുറിച്ചോ സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. കാരണം നിങ്ങൾക്കറിയാലോ, 2014 മാസ്റ്റർ ടെസ്റ്റ് രൂപീകരിക്കുമ്പോൾ ആ മാസ്റ്റർ ടെസ്റ്റിൽ അംഗമാകാതെ മാറി നിന്ന ഒരു കൂട്ടരാണ്. മാറി നിന്ന് പെൻഷൻ സമൂഹത്തെ ആകെ വഞ്ചിച്ചവരാണ് ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്. 2013 ത്രികക്ഷി കരാറിൽ അവര് പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ഒപ്പം നിൽക്കുന്ന
ഒരു സംഘടനയുണ്ട് നമ്മുടെ KCB-യിൽ. ആ സംഘടന അതിനകത്ത് ബാക്കി എല്ലാ സംഘടനകളും ബാക്കി 21 സംഘടനകളും ഒപ്പിട്ടെങ്കിലും ഈ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന മുൻ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ പറയാം AITUC, അതിനകത്ത് ഒപ്പിട്ടില്ല. അവരൊപ്പിടാത്തത് കൊണ്ട് അതിന്റെ മുൻകാല നേതാക്കന്മാരായ പെൻഷനേഴ്സ് അസോസിയേഷൻകാരും ഈ മാസ്റ്റർ ട്രസ്റ്റിൽ നിന്നും മാറി നിന്നു. അപ്പോൾ മാസ്റ്റർ ട്രസ്റ്റിനെ കുറിച്ച് അവർക്ക് ചോദിക്കാനും പറയാനും അവർക്ക് വോയിസ് ഇല്ല. AITUC-ക്കും വോയിസ് ഇല്ല. പിന്നെ ഉണ്ടെന്ന് പറയാൻ 53%കാരനാണ്. 53%കാരൻ ചോദിക്കാത്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഭരണക്കാർക്കെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഓഫീസർ സംഘടന ഇവരാരും തന്നെ നമ്മുടെ പെൻഷന്റെ കാര്യങ്ങളോ മാസ്റ്റർ ട്രസ്റ്റിന്റെ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നത്. അപ്പോഴാണ് അവര് NCCOയെ അഭയം പ്രാപിച്ചത്. പക്ഷേ NCCO ഇപ്പൊ എന്താണ് നമ്മുടെ ചെറിയ സംഘടനയുടെ മുന്നിൽ അടിമറിയിരിക്കുകയാണ്. ഇപ്പൊ അവരൊരു സമരം നടത്തിയിരുന്നു. നമുക്കറിയാം 6/2/25 അവർ സമരം പ്രഖ്യാപിച്ചു. 6/2/25 ഒരു സമരം പ്രഖ്യാപിച്ചു. 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി അവര് ഫെബ്രുവരി 20-ാം തീയതി മുതൽ സമരം നടത്തുമെന്ന് പറഞ്ഞു ഒരു സമര പ്രഖ്യാപനം നടത്തി. NCCOയുടെ പണിമുടക്ക് പ്രഖ്യാപനം നടത്തി NCCOയുടെ നേതൃത്വത്തിൽ. അതിനകത്ത് PA പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർന്ന്. എന്തിനാ പണിമുടക്കം? പെൻഷൻകാര് ഭയങ്കര അതായത് പെൻഷൻ പറ്റിയവരും പണിമുടക്കുന്ന ഒരു ദിവസം NCCയോട് കൂടി ചേർന്ന്. എന്നിട്ട് അതിനൊരു പോസ്റ്റർ പോലും ഒരു മുന്നൊരുക്കങ്ങൾ പോലും നടത്താതെ അവർ 20-ാം തീയതി 6-ാം തീയതി 20-ാം തീയതി സമരം പ്രഖ്യാപിച്ചെങ്കിലും പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചെങ്കിലും 6-ാം തീയതി അവര് മന്ത്രിയുടെ കാല് പിടിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. ആ ചർച്ചയിൽ അവരൊരു തീരുമാനമെടുത്തു. ചർച്ചയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ 28/2/2025 എന്നുള്ളൊരു ദിവസമുണ്ടെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച 8 ആവശ്യങ്ങളും നേടിയിരിക്കും. അതാണ് ആ മന്ത്രിയായിട്ടുള്ള ഉറപ്പ്. എന്നിട്ട് എന്തായി? ഒരാവശ്യം പോലും അവരുന്നയിച്ച ഒരാവശ്യം പോലും ഇപ്പൊ 6 മാസം കഴിയുന്ന ഒരാവശ്യം പോലും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. NCCOയുടെ ഗതികേട്. ഇത്രയും വലിയൊരു സംഘടന, ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണത്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഊർജത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട ഒരു സംഘടന ഇങ്ങനെ ഒരു PA-ക്കാരുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് വന്ന് നാണം കെട്ടുപോയി. അവർ ഇനിയും അത് ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഈ വാദിക്കുന്നത്? പിന്നെ നിയമപരമായ അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടവർ വേറെ PA-യുടെ വാലാട്ടുകളായി മാറി വന്ന് നമ്മളെ ഈ സംഘടനയിൽ അടിപറയേണ്ടതായിട്ട് വന്നത് വളരെ നാണക്കേട് തന്നെ. അവരുടെ ആ അസ്തിത്വത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയായിപ്പോയി. അടുത്തത് നമ്മൾ ഇന്ന് ഈ മഞ്ജുനാഥിനെ ഇവിടെ ആചരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാലോ? 1/2/2022 മുതലുള്ള ഒരു DA നമുക്ക് പ്രഖ്യാപിച്ചു 7/24. അപ്പോൾ 31 മാസത്തെ കുടിശ്ശികയും കൂടെ അതിനോടൊപ്പം പ്രഖ്യാപിച്ചു. കുടിശ്ശിക 10 ഗഡുക്കളായിട്ട് നമുക്ക് തരുമെന്ന് പറഞ്ഞു. അതായത് DR കുടിശ്ശിക 10 ഗഡുക്കളായിട്ടും അത് ജീവനക്കാർക്ക് PF-ൽ ലയിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് 28/5 കൊടുക്കുമെന്ന് പറഞ്ഞു. 28/2 കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കൊടുത്തില്ല. അപ്പോൾ അത് കൊടുക്കാതെ ആ ചർച്ചയും കഴിഞ്ഞ് 6 മാസമായിട്ടും ആ കുടിശ്ശിക ലഭിക്കാതിരുന്നപ്പോഴാണ് നമ്മൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതി വിളിപ്പിച്ചു. സർക്കാരിനെയും ബോർഡിനെയും വിളിപ്പിച്ചു. അപ്പോൾ 2-3 പ്രാവശ്യം അത് ആദ്യം ബോർഡിനെ വിളിപ്പിച്ചു. ബോർഡ് പറഞ്ഞു ഞങ്ങളല്ല, സർക്കാരാണ് ഉത്തരവിറക്കേണ്ടത്. സർക്കാരിന് പിന്നെ ഈ KCB-യുടെയും KSRTC-യുടെയും കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നത് കൊണ്ട് KCB-യിലും KSRTC-യിലും പുതുതായി ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ അനുവാദം വേണം എന്നുള്ളൊരു ഓർഡർ ഉണ്ട്. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റത്തില്ല. അവര് സർക്കാരിനെ കേൾക്കാൻ വിളിപ്പിച്ചപ്പോൾ അവരും ഇതാണ് പറഞ്ഞത്. കോടതി പറയും അത് പറ്റത്തില്ല. നിങ്ങൾ പ്രഖ്യാപിച്ചത് 3% DA പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷമാണ് നിങ്ങൾ ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി എടുത്ത കേസ് വീണ്ടും 5/7 മാറ്റി.
5-8 മാറ്റി. 5-8 മാറ്റിയപ്പോഴാണ് ഒരു ഉടക്കുമായിട്ട് വന്നത്. അത് മനഃപൂർവ്വം ഉണ്ടായ ഉടക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിന് സമാനമായ വേറൊരു കേസ് കുടിശ്ശിക വേണമെന്ന് പറഞ്ഞ് വേറൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് 20-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുക. അപ്പോ ഈ കേസ് 5-ാം തീയതി ഫൈനൽ പറഞ്ഞിരുന്നതല്ല. 5-ാം തീയതി ഫൈനലായിട്ടുള്ള തീരുമാനം ബോർഡും സർക്കാരും എടുക്കണമെന്ന് പറഞ്ഞ് കോടതി പറഞ്ഞ് ആ 5-ാം തീയതി കേസ് എടുത്തപ്പോൾ പറഞ്ഞു ഇത് സമാന രീതിയിലുള്ള ഒരു കേസ് 20-ാം തീയതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് 20-ാം തീയതിക്ക് മാറ്റിവെക്കണം. അതിനകത്ത് ചതി നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് ചതി എന്ന് പറഞ്ഞാല് ഈ കേസ് പെൻഷനേഴ്സ് കൂട്ടായ്മയ്ക്ക് അനുകൂലമായ വിധി വരുമെന്ന് ബോർഡ് വക്കീലും സർക്കാരിന്റെ വക്കീലും ഒക്കെ ഇവരെ ധരിപ്പിച്ചു. അപ്പോൾ എങ്ങനെയും നമ്മുടെ കേസ് മൂലം ഒരു ആനുകൂല്യം ഉണ്ടാകാൻ പാടില്ല. കേസ് മൂലം ആനുകൂല്യങ്ങൾ KSEB-യിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകുന്നെങ്കിൽ ഒന്നുകിൽ ഞങ്ങളുടെ വലിയ സംഘടനകളുടെ ചർച്ച മൂലമോ അല്ലെങ്കിൽ സമരം മൂലമോ ഉണ്ടാകാവൂ. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് അവര് ഒരുക്കിയ ഒരു കെണിയാണ്. അതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വരുമെന്ന് കണ്ടപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയെ ഇടപെട്ടിട്ടാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് അങ്ങനെയാണ്. 13-ാം തീയതി ചെയർമാനുമായിട്ടൊരു ചർച്ചയ്ക്ക് വെച്ചിരുന്നു. 13-ാം തീയതിയാണ് ഈ നമ്മുടെ 5-ാം തീയതിക്ക് മുമ്പുള്ള ഒരു തീരുമാനം വരുന്നത്. 13-ാം തീയതി ഗവൺമെന്റുമായിട്ടൊരു ചർച്ചയ്ക്ക് ബോർഡുമായിട്ടൊരു ചർച്ച ചെയർമാനുമായിട്ടൊരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ കേസ് എടുക്കുന്നത് 5-ാം തീയതിയാണ്. അപ്പൊ 5-ാം തീയതി കേസ് എടുക്കുമ്പം 20-ാം തീയതിത്തെ വേറൊരു കേസുണ്ട്, അതിലേക്ക് മാറ്റിവെപ്പിക്കുക. 13-ാം തീയതി ചർച്ച നടത്തുക. എന്നിട്ട് ചർച്ചയിൽ ഞങ്ങൾ തീരുമാനിച്ചു വാങ്ങിച്ചു തന്നു എന്ന് വരുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ കോടതി അനുവദിച്ചില്ല. 7-ാം തീയതി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി എറണാകുളത്ത് നടക്കുന്ന സമയത്താണ് കോടതി അനുവദിച്ചു. 31 മാസത്തെ കുടിശ്ശിക പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ കേസിന്റെ ഭാഗമായി മൊത്തമായോ അല്ലെങ്കിൽ 10 തവണകളായോ കൊടുക്കണമെന്ന്. പക്ഷേ ആ തീരുമാനം 13-ാം തീയതി ഇവർ ചെയർമാനുമായിട്ട് ചേർന്ന ചർച്ചയിൽ അട്ടിമറിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഓണത്തിന് മുമ്പ് ഏകദേശം ഒരു 5000 രൂപ 50,000 രൂപ പ്രതിമാസ ശമ്പളമോ പെൻഷനോ വാങ്ങിക്കുന്നവർക്ക് 5000 രൂപ ഒരു ഗഡു എന്ന നിലയിൽ നമുക്ക് ഓണത്തിന് മുമ്പ് ലഭിക്കേണ്ടത്, നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത്, നമുക്ക് പെൻഷൻകാർക്കൊക്കെ വളരെ തുച്ഛമായ കാശാണ് കിട്ടുന്നത്. അതിനകത്ത് 5000 രൂപ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം വളരെ ഗംഭീരമായിട്ട് നടത്താമായിരുന്നു. അതാണെങ്കിൽ ജീവനക്കാർക്ക് 50,000 രൂപ വരെയുള്ള ജീവനക്കാർക്ക് 5000 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുമായിരുന്നു. അത് തടഞ്ഞു. നമ്മളെ ഓണത്തിന് പട്ടിണിക്കിട്ട് എന്തിനു വേണ്ടിയിട്ട്? ഈ ജീവനക്കാരെയും പെൻഷൻകാരെയും വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ NCCO എന്നുള്ള ഈ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അതിനെ നമ്മളെല്ലാം വഴിയിൽ കളഞ്ഞിട്ട് പോകുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ നമ്മളങ്ങനെ വഴിയിൽ കളഞ്ഞു പോകുന്ന പ്രസ്ഥാനമല്ല. നമ്മൾ കേസ് നടത്തുന്നുണ്ട്. എത്രയോ 2, 3, 4 കേസ്. ഏത് കേസ് എടുത്താലും അതിൽ നമുക്ക് വിജയമാണ്. അല്ലെങ്കിൽ ആ കേസ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 1/11/2023 കേസിനെ കുറിച്ച് നമുക്കറിയാം. 1/11/2023 എന്നത് ആ 6-9 അതായത് 10% ഡ്യൂട്ടി പിൻവലിക്കുന്നതോടൊപ്പം പിന്നെ പെൻഷൻ ബാധ്യതയിൽ നിന്നും സർക്കാർ പിൻവലിഞ്ഞുകൊണ്ടുള്ള 6-9 ക്ലോസും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു. ആ ഉത്തരവിനെതിരെ നമ്മൾ കോടതിയിൽ പോയി. ആ ഉത്തരവ് വരുന്നതിന് മുമ്പ് 2000 ബഡ്ജറ്റിന് 2024 ബഡ്ജറ്റിന് മുമ്പ് 2023 ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ ധനമന്ത്രിയെ കണ്ട് സംസാരിച്ചു, വൈദ്യുതി വകുപ്പ് മന്ത്രിയെ കണ്ട് സംസാരിച്ചു, വൈദ്യുതി ചെയർമാനെ കണ്ട് സംസാരിച്ചു. ധനമന്ത്രിയെ കൊട്ടാരക്കര അദ്ദേഹത്തിന് ഓഫീസിൽ പോയി നിവേദനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു അത് നടക്കത്തില്ല, അത് ബഡ്ജറ്റിലേക്ക് വകയിരുത്തിയിരിക്കുക, അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് വൈദ്യുതി മന്ത്രി പറഞ്ഞു, ചെയർമാൻ പറഞ്ഞു നമുക്ക് 11-ാം മാസം തൊട്ട് ഇത് ഈ 10% ഡ്യൂട്ടി കിട്ടാതിരുന്നാൽ നമ്മുടെ പെൻഷൻ അവതാളത്തിലാകും, പെൻഷൻ മുടങ്ങും എന്നുള്ളൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഈ 10% ഡ്യൂട്ടി ഒരു 10 വർഷത്തേക്ക് കൂടി നീട്ടി തരണമെന്നുള്ള ഒരെണ്ണം നമ്മൾ നിവേദനങ്ങൾ കൊടുത്തു. ഒന്നും നടന്നില്ല. അവസാനം 1/11/2023 മുതൽ 10% ഡ്യൂട്ടി സർക്കാരിലേക്ക് വകയിരുത്തിക്കൊണ്ടു ഓർഡർ. പക്ഷേ 14-ാം തീയതി അതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. ആ ഓർഡർ ഇറക്കിയ ശേഷം കൂടിയ ഫുൾ ബോർഡില് ഒരു തീരുമാനം ഉണ്ടായി. 50,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷൻ ഇൻസ്റ്റാൾമെന്റ് ആക്കണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. പിറ്റേന്ന് ആ വിവരം നമ്മൾ അറിഞ്ഞ് പിറ്റേന്ന് തന്നെ നമ്മൾ പത്രത്തിൽ അത് പരസ്യം ചെയ്തു.
ആ തീരുമാനം ഉടൻ തന്നെ തിരുത്തിയിട്ട് ആ മിനിറ്റ്സിൽ നിന്നൊക്കെ എടുത്തു മാറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാക്കി. എന്തായാലും 14/11 നമ്മള് കോടതി ഉത്തരവ് വാങ്ങി നമ്മുടെ 10% ഡ്യൂട്ടി നിലനിർത്തി. 10% ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 130 കോടി രൂപ നമ്മൾ ബോർഡിന്റെ കൈവശം വെക്കാനുള്ള അനുവാദമായി. നിങ്ങളൊന്ന് ആലോചിക്കണം, സർക്കാർ ആ 130,000 രൂപ കോടി കടമെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ പോയി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ആ സമയത്താണ് ഒരു മാസം 130 കോടി രൂപ ബോർഡിന്റെ കൈവശം വെക്കാൻ നമ്മുടെ ഈ ചെറിയ സംഘടന വിചാരിച്ചത് കൊണ്ട് നടന്നത്. നമ്മുടെ മാസ്റ്റർ ട്രസ്റ്റിൽ വരേണ്ട പൈസകൾ എങ്ങനെയാണ് വകമാറ്റി ചെലവഴിച്ചത്? അത് ചോദിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ഭരണകക്ഷികളും ഇല്ലായിരുന്നു, പ്രതിപക്ഷത്തുള്ളവരും ഇല്ലായിരുന്നു. അപ്പോൾ അന്നൊന്നും നമ്മുടെ കൂട്ടായ്മ ഇല്ലായിരുന്നു. അവസാനം നമ്മൾ ചോദിക്കേണ്ട സമയമായി. 23-ാം വർഷം നമ്മൾ അത് ചോദിച്ചു. 10% ഡ്യൂട്ടി നമ്മുടെ ബോർഡിന് കൈവശം വെക്കാൻ കഴിഞ്ഞു. ഇപ്പൊ 20 മാസമാകുന്നു. ഏതാണ്ട് 2300 കോടി രൂപ നമ്മുടെ ബോർഡിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നമുക്ക് നൽകാൻ കഴിയുന്നു. അത് ഈ ചെറിയ സംഘടനയുടെ വിജയമാണ്. അങ്ങനെ ഓരോ കേസുകൾ എടുക്കുക. നമ്മൾ മാസ്റ്റർ ട്രസ്റ്റിന് വേണ്ടി കേസ് കൊടുത്തു. മാസ്റ്റർ ട്രസ്റ്റിന്റെ കേസിൽ 6/9/2024 വിധി ഉണ്ടായി. 6/9/2024 വിധി എന്താണ്? മാസ്റ്റർ ട്രസ്റ്റിലേക്ക് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തും. മാസ്റ്റർ ട്രസ്റ്റിന്റെ വകമാറ്റി ചെലവഴിച്ച ഫണ്ട് 24% പലിശ സഹിതം തിരിച്ചടയ്ക്കണം. പിന്നെ മാസ്റ്റർ ട്രസ്റ്റ് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും ജീവനക്കാരുടെയും ട്രേഡ് യൂണിയന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കും. അങ്ങനെ ആ ഒരു തീരുമാനം 6/9/2024 ഒരു ബോർഡറായിട്ട് ഇറങ്ങി. അത് ആദ്യത്തെ കേസിന്റെ. അപ്പൊ 2 കേസായി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ 1/11/2023 10% ഡ്യൂട്ടി എങ്ങനെയും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി 2024 അവർ സർക്കാർ വീണ്ടും ഒരു ഓർഡർ ഇറക്കി. സർക്കാരിന്റെ കൈവശമുള്ള സർക്കാരിലേക്ക് വരേണ്ടുന്ന സർക്കാരിന്റെ ഡ്യൂട്ടി വൈദ്യുതി ചാർജ്, അതായത് വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥാപനം, പോലീസ് സ്റ്റേഷൻ, വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെ ഡ്യൂട്ടി എല്ലാം ഈ 10% തട്ടിക്കിഴിക്കാനുള്ളൊരു ഓർഡർ ഇറക്കി. അതെയും നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്തു, കോർട്ട് ലക്ഷ്യത്തിന് ഫയൽ ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നും 2200 കോടി രൂപ ഓരോ മാസവും 130 കോടി രൂപ വീതം നമ്മുടെ പെൻഷൻകാർക്ക് വേണ്ടിയിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ കൈവശം. അതാണ് കൂട്ടായ്മ. കേസ് കൊടുക്കുന്നത്. കേസ് മാത്രമല്ല, സമരങ്ങൾ. എത്രയെത്ര സമരങ്ങളാണ് നമ്മൾ ചെയ്തത്? നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ മഞ്ജി സ്കൂളിൽ നമ്മൾ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ് മണിയാറിനെതിരെ ജാഗ്രതാ സദസ് നടത്തി. നമ്മള് പത്തനംതിട്ടയിൽ പത്തനംതിട്ട വളരെ ചെറിയ അംഗങ്ങളെ ഉള്ളൂ, 10-70 അംഗങ്ങളെ ഉള്ളൂ. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ നമുക്കൊരു യോഗം നടത്തണമെന്ന് പറഞ്ഞു. പത്തനംതിട്ട ജില്ലക്കാർ പറഞ്ഞു, സാറേ നമ്മള് 10-60 പേരേ ഉള്ളൂ, ഞങ്ങൾ എങ്ങനെയാ യോഗം നടത്തുന്നത്? ധൈര്യമായിട്ട് നടത്താൻ പറഞ്ഞു. അവിടെ ആൾക്കാർ വരും, നമ്മൾ ഒന്ന് ആഹ്വാനം ചെയ്താൽ മതി, അവിടെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ് അവര് അന്താളിച്ചു പോയി. 500 പേര് അന്ന് ജാഗ്രതാ സദസ്സിന് ആദ്യമായിട്ട് പത്തനംതിട്ടയില് മണിയാർ വിഷയത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തു. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മയിൽ വിശ്വാസമുണ്ട്, പെൻഷൻകാർക്ക് വിശ്വാസമുണ്ട്, ഇപ്പൊ ജീവനക്കാർക്കും നല്ല രീതിയിൽ വിശ്വാസമായി. ഇവരുടെ കാലിന് മണ്ണിടുന്നുകൊണ്ട് എങ്ങനെയും പിടിച്ചു നിൽക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവര്. അതുകൊണ്ടാണ് ഈ കുടിശ്ശിക ഇപ്പോഴത്തെ ഈ കുടിശ്ശിക, ഈ 31 മാസത്തെ കുടിശ്ശിക എങ്ങനെയും തടയുക. പെൻഷനേഴ്സ് കൂട്ടായ്മ കൊണ്ടുവന്ന ഓർഡർ പ്രകാരമല്ല, അവർ ചർച്ച നടത്തിയത് പ്രകാരമാണ് അത് തരുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഓണത്തിന് മുമ്പ് കിട്ടേണ്ട കുടിശ്ശിക തടഞ്ഞു വെച്ച കശ്മീരന്മാരാണ്. ഇത് എല്ലാ ജീവനക്കാർക്കും അറിയാം, പെൻഷൻകാർക്കും അറിയാം. പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാനിപ്പോ പറയുകയാണ്. ഇപ്പൊ നമ്മളിവിടെ വഞ്ചനാ ദിനമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ആഹ്ലാദ ദിനമാകാൻ വൈകുന്നേരം വരെ കാത്തിരുന്നാൽ മതി എന്നാണ് എന്റെ എന്ന് പറഞ്ഞാൽ ഫുൾ ബോർഡ് തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. 2/7/24 ഓർഡർ പ്രകാരം 31 മാസത്തെ കുടിശ്ശിക, ആ ഓർഡർ പെൻഷനേഴ്സ് കൂട്ടായ്മ കോടതിയിൽ കൊടുത്ത കേസിന്റെ വിധി പ്രകാരം ഇനി ഒരു ഫുൾ ബോർഡിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല, അത് കൊടുക്കാവുന്നതാണ് എന്ന ഒരു തീരുമാനം ഇന്ന് ഉണ്ടായിരിക്കുന്നു. പക്ഷേ
അതിന്റെ ബോർഡ് ഓർഡർ നമുക്ക് കയ്യിൽ കിട്ടണം. തീരുമാനമായതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നാളെ എന്തായാലും ആഹ്ലാദിക്കാൻ വകയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് എല്ലാവർക്കും ഞാൻ ഇവിടെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമുക്കിന്ന് 2 പുതിയ അംഗങ്ങളെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് രണ്ടുപേരെയും ഇതിലേക്ക് 3 പേരുണ്ട്. ക്രിസ്തുരാജ് അടുത്തത് ECPS നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു വിശദീകരണം കേട്ടു. സംസ്ഥാന കൺവീനറുടെ പ്രാവശ്യത്തെ ജില്ലാ പ്രസിഡന്റാണ്. ആദരണീയ അധ്യക്ഷൻ ശ്രീ രാജൻ, സെക്രട്ടറി ശിവദാസൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ, എന്റെ പ്രിയപ്പെട്ട പെൻഷൻ കൂട്ടായ്മ സുഹൃത്തുക്കൾ, ഇപ്പോൾ KSEB-യിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ അവകാശാനുകൂല്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പെൻഷൻസ് കൂട്ടായ്മ നമ്മുടെ ഒരു ചെറിയ സംഘടന മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അവകാശാനുകളും നേടിയെടുക്കാൻ കൂട്ടായ്മ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായിട്ടുള്ള നിരന്തരമായ നിയമ സമര പോരാട്ടങ്ങൾ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഈ പെറ്റീഷനുമായി മുന്നോട്ട് വന്നത്. ഇതുവരെയുള്ള എല്ലാ DABR അനുവദിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകം തന്നെ തരാമെന്ന് KCB സമ്മതിച്ച 1/2022 മുതൽ 7/2024 വരെയുള്ള 31 മാസത്തെ DR കുടിശ്ശിക പെൻഷനേഴ്സിനും DA ജീവനക്കാർക്കും തരാമെന്ന് ഇതിനകം തന്നെ കോടതി ഉത്തരവിട്ടതാണ്. 2024 ജൂലൈയിൽ ഉത്തരവിട്ടതാണ്. അത് ഇതുവരെ നമുക്ക് തന്നില്ല. ഈ ഒരു കാര്യവും നമ്മുടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷനിൽ ഒരു ഇടക്കാല ഉത്തരവായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം പരിഗണിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവായി നമുക്ക് 31 മാസത്തെ കുടിശ്ശിക ഒന്നിച്ചോ അതോ തവണകളായോ നൽകാനായി 31 ഓഗസ്റ്റ് 2025 തകരാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനെതിരെ NCCOയും വോട്ട് മാനേജ്മെന്റും നടത്തിയ ഗൂഢതന്ത്രങ്ങളാണ് ഇത് വൈകിപ്പിക്കാനിടയായത്. തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചു. സെപ്റ്റംബർ 1-ാം തീയതി വൈദ്യുതി ഭവനിൽ വളരെ ശക്തമായ ഒരു പ്രതിഷേധ സംഘവും നമ്മൾ നടത്തി. അതിൽ തുടർച്ചയായാണ് നമ്മളിവിടെ എറണാകുളം സർക്കിളിലെ ഈ പ്രതിഷേധ സംഘം നടത്തുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, KCB-യിലെ ജീവനക്കാരും പെൻഷൻകാർക്കും ത്രികക്ഷി കരാറും ദീർഘകാല കരാറും വഴി ഏതൊക്കെ അവകാശാനുകൂല്യങ്ങൾ നമ്മൾക്ക് നിയമപരിഷത്ത് ഉറപ്പാക്കുന്നുണ്ടോ ആ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പാക്കാനായി അതിനായി ശക്തമായ സമര പരിപാടികൾ മുന്നോട്ട് നയിക്കാനായി പെൻഷൻസ് കൂട്ടായ്മ എന്ന സംഘടന നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അതിനായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും ഇതുവരെ എല്ലാ സഹകരണവും പിന്തുണയും എല്ലാ വിഭാഗം പെൻഷനേഴ്സിന്റെയും കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള നമ്മുടെ സമര പോരാട്ടങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾക്കെല്ലാം പ്രചോദനപരമായിട്ടുള്ള ഒരു സന്ദേശം സാറിന് എല്ലാവിധ നന്ദികളുണ്ട്. അടുത്തായിട്ട് നമ്മുടെ നന്ദി പറയുന്ന
പറയാനുള്ളത്. അതുപോലെ ടീമിനെ യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയരാജൻ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാർ, വെൽഫെയർ കമ്മിറ്റി സംസ്ഥാന കൺവീനർ ശ്രീ പ്രദീപ് സാർ, ജില്ലാ സെക്രട്ടറി ശിവദാസൻ സാർ, നമ്മുടെ കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ ജീവനക്കാരും സുഹൃത്തുക്കളും, പെൻഷനേഴ്സ് കൂട്ടായ്മ ഇന്ന് പെൻഷനേഴ്സിന്റെ മാത്രമല്ല ഈ ACBയിലെ ജീവനക്കാരുടെയും ഒരു ആശാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മളുടെ കോടതി ഉത്തരവിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ കാലങ്ങളായി നേടിക്കൊണ്ടിരിക്കുന്ന ഓരോ കോടതി ഉത്തരവിലൂടെയും നമ്മുടെ പ്രക്ഷോഭങ്ങളിലൂടെയും നമ്മൾ അവരുടെ ഒരു ആശ്രയകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിൽ വളരെ ചെറിയ ഒരു ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ഇത്രയും പേര് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ ജയരാജൻ സാറിനെ ഞാൻ പെൻഷൻ കൂട്ടായ്മയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ അനിൽകുമാർ സാറിനെ, അദ്ദേഹം കൊല്ലത്ത് നിന്ന് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി, അദ്ദേഹത്തെയും ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ വെൽഫെയർ സമിതി കൺവീനർ ശ്രീ പ്രദീപ് സാർ, ജില്ലാ സെക്രട്ടറി ശ്രീ ശിവദാസൻ സാർ, അതേപോലെ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, ARU ഭാരവാഹികൾ, കൂട്ടായ്മ കുടുംബാംഗങ്ങൾ, അതേപോലെ തന്നെ ഞങ്ങളെ ഈ പരിപാടി ശ്രമിച്ച ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പർ സർക്കുലേഷനിലുണ്ട്. അതുപോലെ തന്നെ ഈ ചേർന്ന എല്ലാ കൂട്ടായ്മകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു നല്ലൊരു ഓണം ആസ്വദിക്കുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു മുദ്രാവാക്യപ്പെടുത്തിട്ട് ഇന്നത്തെ യോഗം തിരിച്ചുവിടാം. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്. കൂട്ടായ്മ നേടിയെടുത്ത DADR കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക. DADR കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക. കോടതി ഉത്തരവ് അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. കോടതി ഉത്തരവ് അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക. കൊല്ലം ഒന്നര തടഞ്ഞു വെച്ച DADR കുടിശ്ശിക 2.5 കൊല്ലത്തെ കുടിശ്ശിക സമരം ചെയ്തും കേസ് കൊടുത്തും ഓഗസ്റ്റിൽ തന്നെ കൊടുക്കാനായി കൂട്ടായ്മ നേടിയ കോടതി വിധി തൊഴിലാളികളെ ഒറ്റുകൊടുത്തും പെൻഷൻകാരെ വഞ്ചിച്ചും കാലം കഴിച്ചു കൂട്ടുന്ന അടിമക്കൂട്ടത്തിനെ അട്ടിമറിക്കാൻ വിടുപണി ചെയ്യും മാനേജ്മെന്റിന്റെ അപ്പണി ഇവിടെ നടക്കില്ല. ഞങ്ങൾ മരപ്പിക്കും.
ശിക്ഷാനങ്ങൾ വരപ്പിക്കും. 6/2/25 ചായ കുടിച്ച് പിരിഞ്ഞിട്ട് ഉറപ്പും കേട്ട് പോന്നിട്ട് മാസം മാറ് കഴിഞ്ഞില്ലേ ഓണം വന്ന് പിറന്നില്ലേ കിട്ടിയ ഉറപ്പിൽ ഒരെണ്ണം പോലും നേടിയെടുക്കാൻ കഴിയാതെ കൊടിയും വടിയും കാട്ടിലെറിഞ്ഞ് കണ്ണിൽ പൊടിയിട്ടോടിയവരെ സമരം ചെയ്തും കേസ് കൊടുത്തും കൂട്ടായ്മ നേടിയ നേട്ടങ്ങൾക്ക് ആളാകാനായി നോക്കേണ്ട ആളെ പൊട്ടനാക്കേണ്ട. നാണം കെട്ടൊരു എൻകോയി നാറിപ്പോയൊരു എൻകോയി മുണ്ടും തലയും ഇട്ടിട്ട് മണ്ടി ഒളിക്കാൻ നോക്കേണ്ട. ആളെ നന്നായി ആൾക്കാർക്കറിയാം. ഒരു ഗരുഡിയെ പോലും നേടാൻ കഴിവില്ലാത്തൊരു കരിങ്കാലികളെ ഉത്തരവായ കുടിശ്ശിക നൽകാൻ കൂട്ടായ്മ നേടിയ കോടതി വിധി അട്ടിമറിക്കാൻ നോക്കേണ്ട. കണ്ണിൽ മണ്ണ് വാരിയിടാൻ ഗോപ്പും കൂട്ടും കശ്മലരെ അടിമക്കൂട്ട പരിശകളെ നിങ്ങൾക്കിനിയും മാപ്പില്ല. കൂട്ടായ്മ എന്നൊരു പ്രസ്ഥാനം പെൻഷൻകാരുടെ പ്രസ്ഥാനം ആർക്കും വിടുപണി ചെയ്യില്ല. ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ആരും തന്നെ കരുതേണ്ട. തട്ടിയെടുത്ത ആർക്കും വിടുപണി ചെയ്യാതെ അന്തസ്സോടെ പടവരുതി പിടിച്ചെടുക്കും പ്രസ്ഥാനം. അവകാശങ്ങൾ നേടിയെടുക്കാൻ പെൻഷൻ സുരക്ഷ ഉറപ്പാക്കാൻ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ നിയമസമര പോരാട്ടങ്ങൾ തുടരും ഞങ്ങൾ വിജയം വരെ. പെൻഷൻകാരുടെ സംഘടന അടിമകളില്ല സംഘടന അവകാശങ്ങൾ അട്ടിമറിച്ചാൽ ആരു തന്നെ ആയാലും
ആയാലും ആര് തന്നെ ആയാലും ആര് തന്നെ ആയാലും ആഞ്ഞടിക്കും സംഘടന ആഞ്ഞടിക്കും സംഘടന ആഞ്ഞടിക്കും സംഘടന ആഞ്ഞടിക്കും സംഘടന അതാണ് ഈ കൂട്ടായ്മ അതാണ് ഈ കൂട്ടായ്മ അതാണ് ഈ കൂട്ടായ്മ അന്തസ്സുള്ളൊരു സംഘടന അന്തസ്സുള്ളൊരു സംഘടന അന്തസ്സുള്ളൊരു സംഘടന അന്തസ്സുള്ളൊരു സംഘടന അഭിമാനികളുടെ സംഘടന അഭിമാനികളുടെ സംഘടന അഭിമാനികളുടെ സംഘടന അഭിമാനികളുടെ സംഘടന സത്യം നീതി സുതാര്യത സത്യം നീതി സുതാര്യത സത്യം നീതി സുതാര്യത സത്യം നീതി സുതാര്യത വെറ്റുപുലർത്തും സംഘടന വെച്ചുപുലർത്തും സംഘടന വെറ്റുപുലർത്തും സംഘടന വെച്ചുപുലർത്തും സംഘടന അതാണ് ഈ കൂട്ടായ്മ അതാണ് ഈ കൂട്ടായ്മ അതാണ് ഈ കൂട്ടായ്മ അതാണ് ഈ കൂട്ടായ്മ ബെൽജിയൻ കൂട്ടായ്മ സിന്ദാബാദ് കൂട്ടായ്മ സിന്ദാബാദ് ബെൽജിയൻ കൂട്ടായ്മ സിന്ദാബാദ് കൂട്ടായ്മ സിന്ദാബാദ് ആര് തന്നെ ഭരിച്ചാലും ആര് തന്നെ ഭരിച്ചാലും ആര് തന്നെ ഭരിച്ചാലും ആര് തന്നെ ഭരിച്ചാലും ആരും തന്നെ ഭരിച്ചില്ലേലും ആരും തന്നെ ഭരിച്ചില്ലേലും ആരും തന്നെ ഭരിച്ചില്ലേലും ആരും തന്നെ ഭരിച്ചില്ലേലും ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ അവകാശങ്ങൾ അട്ടിമറിച്ചാൽ അവകാശങ്ങൾ അട്ടിമറിച്ചാൽ അവകാശങ്ങൾ അട്ടിമറിച്ചാൽ അവകാശങ്ങൾ അട്ടിമറിച്ചാൽ ഞങ്ങളിലില്ല രാഷ്ട്രീയം ഞങ്ങളിലില്ല രാഷ്ട്രീയം ഞങ്ങളിലില്ല രാഷ്ട്രീയം ഞങ്ങളിലില്ല രാഷ്ട്രീയം ഞങ്ങളിലില്ല കാറ്റഗറി ഞങ്ങളിലില്ല കാറ്റഗറി ഞങ്ങളിലില്ല കാറ്റഗറി ഞങ്ങളിലില്ല കാറ്റഗറി ഞങ്ങളിലില്ല ട്രേഡ് യൂണിയൻ ഞങ്ങളിലില്ല ട്രേഡ് യൂണിയൻ ഞങ്ങളിലില്ല ട്രേഡ് യൂണിയൻ ഞങ്ങളിലില്ല ട്രേഡ് യൂണിയൻ ഞങ്ങളിലില്ല ജാതിമതം ഞങ്ങളിലില്ല ജാതിമതം ഞങ്ങളിലില്ല ജാതിമതം ഞങ്ങളിലില്ല ജാതിമതം ഒന്നിച്ചൊന്നായി പോരാടും ഒന്നിച്ചൊന്നായി പോരാടും ഒന്നിച്ചൊന്നായി പോരാടും ഒന്നിച്ചൊന്നായി പോരാടും പെൻഷൻ ഞങ്ങളുടെ ജീവിത വേതനം ഞങ്ങളുടെ ജീവിത വേതനം പെൻഷൻ ഞങ്ങളുടെ ജീവിത വേതനം ഞങ്ങളുടെ ജീവിത വേതനം സമാശ്വാസം അവകാശം സമാശ്വാസം അവകാശം സമാശ്വാസം അവകാശം സമാശ്വാസം അവകാശം വാണം പോലെ കുതിച്ചുയരും വാണം പോലെ കുതിച്ചുയരും വാണം പോലെ കുതിച്ചുയരും വാണം പോലെ കുതിച്ചുയരും നിത്യോപക വിലക്കയറ്റം നിത്യോപയോഗ വിലക്കയറ്റം നിത്യോപയോഗ വിലക്കയറ്റം നിത്യോപയോഗ വിലക്കയറ്റം നാട് തകർത്തു മുന്നേറുമ്പോൾ നാട് തകർത്ത് മുന്നേറുമ്പോൾ നാട് തകർത്ത് മുന്നേറുമ്പോൾ നാട് തകർത്ത് മുന്നേറുമ്പോൾ കൊല്ലം ഏറെ പണി ചെയ്ത് കൊല്ലം നേരെ പണി ചെയ്ത് കൊല്ലം ഏറെ പണി ചെയ്ത് കൊല്ലം നേരെ പണി ചെയ്ത് വെല്ലായ്മയിൽ കഴിയുമ്പോൾ കൊല്ലായ്മയിൽ കഴിയുമ്പോൾ വെല്ലായ്മയിൽ കഴിയുമ്പോൾ കൊല്ലായ്മയിൽ കഴിയുമ്പോൾ പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ ഞങ്ങൾക്കുള്ളൊരു സമാശ്വാസം ഞങ്ങൾക്കുള്ളൊരു സമാശ്വാസം ഞങ്ങൾക്കുള്ളൊരു സമാശ്വാസം ഞങ്ങൾക്കുള്ളൊരു സമാശ്വാസം ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ വിട്ടുതരില്ല കട്ടായം വിട്ടുതരില്ല കട്ടായം വിട്ടുതരില്ല കട്ടായം വിട്ടുതരില്ല കട്ടായം പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് കൂട്ടായ്മ സിന്ദാബാദ് പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് കൂട്ടായ്മ സിന്ദാബാദ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യോഗം ഇതെവിടെയാണ് കൊടുക്കണ്ടേ വണ്ടിയിൽ കൊണ്ടുപോവാ ഇല്ലില്ല